ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലത്തെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോയും അതേമാതിരി ഇന്നൊരു ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഡേ ഇൻ അവർ ലൈഫ് കേട്ടോ. ഒരു ദിവസത്തിൻ്റെ പകുതി മറ്റേ ദിവസത്തിൻ്റെ പകുതിയുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ ഓണക്കിറ്റൊക്കെ കിട്ടുന്ന ടൈമിൽ നമുക്ക് അതിൽ നിന്ന് സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സേമിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പാലിയേറ്റീവ് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാക്കറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നേക്ക് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേമിയ നമ്മൾ ഇതേമാതിരി നമുക്ക് പറ്റുന്ന രീതിക്കുള്ള ഇതായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അത് കട്ട് ചെയ്താൽ മതി. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏലക്കായും പഞ്ചസാര ഇട്ട് പഞ്ചസാര നല്ല ഇതാവണം, മെൽറ്റായിട്ട് നമ്മളുടെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സത്യം ഇതിൻ്റെ വെന്തിട്ട് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നത് ഒരു 5 മണി ആ ഒരു ടൈമിനായിരുന്നപ്പോഴാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5:45 ആ ടൈം ആയപ്പോഴത്തേനും മൗലൂദ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ അപ്പുറത്തായിട്ട് 2 മരണങ്ങളാണ് കേട്ടോ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ 40 ഒരു വീട്ടിൽ സാധാ മാതിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മുടക്കാൻ പറ്റാത്ത ഇതാണ്. അപ്പോൾ 40 ഉള്ളവർ മഗ്‌രിബിന് ശേഷം, അല്ലാത്തവർ 6 മണി അല്ലെങ്കിൽ ഒരു 5:45 ആ ഒരു ടൈമിങ്ങിനായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പത്തിനും അവിടെ മൗലൂദ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവുക ചെയ്തത്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, 2നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. യാസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ INAC എത്തിങ്ങാനയിലായിരുന്നു കേട്ടോ ഒരു മൗലൂദ് ഉണ്ടായിരുന്നത്. അവർ വന്നപ്പോഴത്തേനും 9:30 ആയി. അപ്പം നൈറ്റത്തെ വീഡിയോയോ അതോ വ്ലോഗോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചോറൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു തിരക്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് മുഴുവനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഫോൺ എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ ആട്ടി വെച്ച ചോറും അതേമാതിരി നമ്മൾ ദോശയ്ക്ക് വേണ്ടി ആട്ടി വെച്ചിട്ടുണ്ടാവില്ലേ, അത് നമ്മൾ കാസറോൾ ഉണ്ടാവില്ലേ അതിലേക്ക് വെച്ച് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമ്മളുടെ ഈ മിക്സി നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ ചൂടുണ്ടാവും നമ്മളുടെ മാവിന്. ആ മാവിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമ്മൾ കാസറോളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിക്ക് പൊന്തി വരും കേട്ടോ. നല്ല കാസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോവില്ല, ചൂടൊന്നും പെട്ടെന്നൊന്നും ആറാത്ത ഒരു ഇതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ മാവ് പൊന്തി വരും കേട്ടോ. പിന്നെ രാവിലെ നെയ്ച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മദ്രസ വിട്ട് വന്ന ഒരു 9:30 ആ ഒരു ടൈമിനൊക്കെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മൗലൂദ് ഉണ്ടായിരുന്നു. അപ്പോൾ മിഞ്ഞാന്ന് മജ്‌ലിസും ഇന്നലെ മൗലൂദും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവർ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബാക്കി വന്നിരുന്നു. ഞങ്ങൾ 3 ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോറ് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. പക്ഷേ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ തലക്കറിയും അതേമാതിരി സാമ്പാറിൽ കുറച്ചും കൂടി സാമ്പാർ പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നീട്ടി ഒരു അടിപൊളി സാമ്പാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചോറിൻ്റെ ബിരിയാണിയുടെ അത് മാറ്റിയപ്പോൾ എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് പൊള്ളും ചെയ്തു, ഒന്ന് വിത്താവും ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പപ്പടം ഇതോടുകൂടി തീർന്നു, ഇനി ഇല്ലയെന്നാണ് തോന്നുന്നത്. പിന്നെ വെള്ളം കുടിക്കാൻ, ഇതിൻ്റെ ഇടയിലാണ് വെള്ളം കുടിക്കാൻ. ഞങ്ങളിങ്ങനെ കലത്തിലാണ് കേട്ടോ വെള്ളം എടുത്തിങ്ങനെ തിളപ്പിച്ച വെള്ളം അങ്ങനെ എടുത്ത് വെക്കും. പിന്നെ അത് ആറുകയാണ് ചെയ്യൽ. തലക്കറി ഇപ്പോഴും ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബിരിയാണി, ഇന്നലെ ഇപ്പോൾ ബിരിയാണി, മുന്നേ നെയ്ച്ചോറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തലക്കറിയുടെ അവിടേക്ക് എത്തിയിട്ടില്ല തോന്നുന്നു. ഇന്നത്തോടു കൂടി ഈ തലക്കറി തീരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെയാണെങ്കിലോ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമൊന്നും ഇല്ല. അതാ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇന്നുവിന് വേണ്ടിയിട്ട് അവളുടെ ബർത്ത്ഡേൻ്റെ അന്ന് ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. അവൾക്കിങ്ങനെ വീട് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ അതാണെങ്കിലോ പുറത്തേക്ക് ഇട്ട് വെക്കുവാണ് കേട്ടോ അവൾ ചെയ്തിട്ടുള്ളത്. അവളിപ്പോൾ അത്
പുറത്തു കൂടെ അങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇട്ട് കളിക്കുകയാണ് അതിൻ്റെ കുരൽ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റട്ടോ. എന്നുവെച്ചാൽ ഇത് വാടക വീടാണ്. ഞാൻ വീട്ടിലിൻ്റെ കാര്യം പറയലില്ലേ, അതായിരുന്നു കേട്ടോ ആ വീട്ടിൽ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഗ്യാസ് അവനെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഇതാണ്. ഇതിന് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ 1,00,000 രൂപ എന്നാണ് പറയുന്നത് കേട്ടത് ഈ വീടിൻ്റെ ഈ ഒരു വാതിൽ ടോട്ടലി പണിയെടുക്കാൻ. പിന്നെ ഈ ജസ്റ്റിമാരൊക്കെ ഇതൊരു ഉസ്താദിൻ്റെ വീടാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഉമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അപ്പം എവിടേക്ക് പോവുകയാണെങ്കിലും ഇത് ഉമ്മ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇത് പറയുന്നത് നമ്മൾ ഈ ചെറുപ്പുകളൊക്കെ നമ്മൾ കുളത്തിടാൻ വേണ്ടിയിട്ട് ഉമ്മ അതിങ്ങനെ കഷ്ടപ്പെട്ട് മടന്ന് ഇതാക്കിയതാണ്. പക്ഷേ ഇതുമ്മ കുറേ ചെറുപ്പുണ്ടായിരുന്നു, ഒക്കെ പോയി, കുഴപ്പമില്ല. അത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുത്തിട്ട് അതങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. ഇത് ഇങ്ങനെ ഒരു തങ്ങളുടെ പറമ്പാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലായിട്ട് വീടുകളുണ്ട്. ഒരു 3 വീടോളം വരുന്നതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ നോക്കുന്നത് ഇതിൻ്റെ പിന്നിലായിട്ടൊരു വലിയൊരു മല ഉണ്ട്. ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ആ മലയിന്മേൽ. ഇപ്പം ആ മലയിൽ മുഴുവൻ കാടായിരുന്നു. ആദ്യം കാടുണ്ടായിരുന്നു. ഈ പിന്നത്തെ വീട്ടിൽ നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലത്തെ താത്ത കത്തിക്കാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ പാറമായിട്ട് കത്തിച്ചതാണ്. ഒക്കെ ആളി കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന അവസരമായിരുന്നു. ഞങ്ങളപ്പോൾ കയറി, കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആണ് അവിടുന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ. ഇതിൻ്റെ ഉമ്മ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആൻഡ് നേരത്തെ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ വീടിൻ്റെ സൈഡ് ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ 3 വീടുണ്ടെന്ന്. ആ കാണുന്ന വെള്ള വീടിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ്. ആ കാണുന്ന വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മല കാണാൻ പറ്റും. അത്രക്കും ഇതായിട്ടാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഈ നടന്ന് പോകുമ്പോൾ തന്നെ കാണാൻ, മലകളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഈ ഞങ്ങളെ വീടിൻ്റെ പിന്നിലുള്ള പറമ്പ് ഈ സൈഡ് തന്നെയാണ്. അപ്പുറത്തുള്ളത് തങ്ങളുടെയാണ് കേട്ടോ. ഫുള്ള് തങ്ങളുടെയാണ്. അതങ്ങോട്ട് മുകൾക്ക് കുറേ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ കുടുംബക്കാരുടെ വീടാണ് കേട്ടോ. അത് കാട് കയറിയിട്ട് കാണില്ല. പിന്നെ നേരത്തെ വീഡിയോയിൽ ഒരു പുളിമരം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള പുളിമരമാണ് കേട്ടോ. അത് ചില സമയത്തുള്ള ഉണ്ടാവില്ല. ഇപ്പം അധികം അങ്ങോട്ട് ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവലുമില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ ഇന്നും അതേമാതിരി പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടി പറയുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.